സിനിമ ഉപേക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച് തമിഴ് സൂപ്പർ താരവും ടി.വി.കെ നേതാവുമായ വിജയ് ഈ പ്രഖ്യാപനത്തോട് വൈകാരികമായി പ്രതികരിച്ച ആരാധകർ സിനിമയിൽ ഒരു യുഗത്തിൻ്റെ അവസാനമെന്നാണ് ആരാധകരുടെ വാക്കുകൾ. മലേഷ്യയിലെ കുലാലംപൂരിൽ ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു വിജയുടെ പ്രഖ്യാപനം. സിനിമയെ വെല്ലുന്ന മാസ് എൻട്രി ആയിരുന്നു മലേഷ്യയിൽ നടന്ന ഓഡിയോ പ്രകാശന ചടങ്ങിൽ വിജയുടേത്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കിരണ്, അവസാന സിനിമയാണ് തൻ്റേത് എന്ന് പറയുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വിജയ്ക്ക്. ജനനായകൻ ഒരു രാഷ്ട്രീയ പ്രഖ്യാപന സിനിമ കൂടി, എന്തൊക്കെയാണ് തൻ്റെ ലക്ഷ്യങ്ങൾ എന്ന തരത്തിലുള്ള പ്രഖ്യാപനം കൂടി ആയേക്കാം അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ എന്ന നിലയ്ക്ക് ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രചരണ ആയുധം എന്ന നിലയിൽ തന്നെയാണ് തൻ്റെ അവസാന സിനിമ ജനനായകൻ. ജനുവരി 9-നാണ് ജനനായകൻ്റെ റിലീസ്. ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടന്നത്. അത് മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചായിരുന്നു ഓഡിയോ ലോഞ്ച്. 1,00,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ലോഞ്ചാണ് കോലാലംപൂരിൽ നടത്തിയത്. മലേഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ചടങ്ങ് എന്ന നിലയ്ക്ക് മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു ചടങ്ങ് കൂടിയായിരുന്നു. ലോകത്ത് ശ്രീലങ്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ് വംശജർ അധിവസിക്കുന്ന ഒരു രാജ്യം അത് മലേഷ്യയാണ്. ആ മലേഷ്യയിൽ വെച്ചാണ് ഇത്തരം ഒരു ചടങ്ങ് നടത്തിയത്. പ്രധാനപ്പെട്ട തമിഴ് സിനിമയുടെ എല്ലാം ലൊക്കേഷനുകളും തമിഴ് സിനിമാ താരങ്ങളുടെയൊക്കെ പ്രധാന കേന്ദ്രവുമാണ്. രജനീകാന്തിൻ്റെതായാലും അജിത്തിൻ്റെതായാലും വിജയുടേതായാലും മുൻ സിനിമകളൊക്കെ ചിത്രീകരിച്ചതും കഥാപശ്ചാത്തലവുമൊക്കെ ഉള്ള കേന്ദ്രം കൂടിയാണ് മലേഷ്യ. അത്രത്തോളം തമിഴ് വംശജർ അവിടെയുണ്ട്. അവർ തമിഴ് സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഏകദേശം തമിഴ്നാട്ടിലെ അത്രത്തോളം തന്നെ തിയേറ്ററുകളിൽ പ്രദർശനവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലേഷ്യ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഓഡിയോ ലോഞ്ച് നടന്നത്. ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് കേവലം ഒരു ഓഡിയോ ലോഞ്ച് ആയിരുന്നില്ല, അതൊരു വമ്പൻ വിജയുടെ ഒരു വമ്പൻ പ്രകടനം. ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട സിനിമാ സംവിധായകർ, വിജയുടെ തന്നെ മുൻ സംവിധായകരായ ആറ്റ്ലി, നെൽസൺ, ലോകേഷ് കനകരാജ് തുടങ്ങിയവർ, പ്രധാനപ്പെട്ട നടീനടന്മാരായ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ, ഗൗതം മേനോൻ തുടങ്ങി പ്രധാനപ്പെട്ട നടീനടന്മാർ ഇവർ ഓരോരുത്തരും വിജയെക്കുറിച്ച് സംസാരിക്കുന്നു. അവരോരോരുത്തരും വിജയ് എങ്ങനെയായിരുന്നു സിനിമയിലെന്ന് വികാരഭരിതരായി സംസാരിക്കുന്നു. നാസർ അടക്കമുള്ളവർ തൻ്റെ ആപത്ഘട്ടത്തിൽ എങ്ങനെയാണ് വിജയ് സഹായിച്ചതെന്നും അവസാനത്തിൽ താൻ ഒരു അപേക്ഷ കൂടി വെക്കുകയാണ് ഈ സിനിമയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം. ആരാധകരെയും അതോടൊപ്പം തന്നെ വ്യവസായത്തെയും ഒരേപോലെ നിരാശപ്പെടുത്തുന്നതാണ്, അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ വിജയ് അവിടെ വികാരഭരിതനായി പറയുന്നു, കഴിഞ്ഞ 33 വർഷത്തോളം താൻ സിനിമയിലുണ്ടായിരുന്നു. ഒരു മണൽ വീട് വെക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ സിനിമയിലെത്തിയത്. ആരാധകർ എനിക്കൊരു കൊട്ടാരം പണിത് തന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ കോട്ട പണിയുകയാണ് എന്ന് പറയുന്നു. കോട്ട എന്ന് തമിഴ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് തമിഴ് സെക്രട്ടേറിയറ്റിനെയും അധികാരത്തിൻ്റെ കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ്. അന്ന് ബ്രിട്ടീഷുകാർ പണിത കോട്ടയിലുള്ള തമിഴ് സെക്രട്ടേറിയറ്റിൻ്റെ ആ അധികാര കേന്ദ്രം എന്ന നിലയ്ക്ക് കോട്ട പിടിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കോട്ട പണിയുന്നു എന്നതുകൂടി പ്രഖ്യാപിച്ച് 2024 ചരിത്രം പിറക്കും എന്നുകൂടി പറയുന്നു. തനിക്ക് വേണ്ടത് സുഹൃത്തുക്കളെയല്ല, ശക്തനായ ശത്രുവിനെയാണ്. അതുപോലെ തനിക്ക് ശക്തനായ ശത്രുവുണ്ട്. സ്റ്റാലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ശക്തനായ ശത്രു എന്ന് പറയുന്നതും. തൻ്റെ പ്രചരണ പരിപാടികളിലടക്കം കേസുമായി അടക്കം നീങ്ങിയ സംഭവങ്ങളടക്കം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ ശത്രു ഉണ്ടാകുമ്പോൾ താൻ കൂടുതൽ കരുത്തനാവും. അങ്ങനെ 2026 താൻ അധികാരത്തിലേക്ക് തമിഴ്നാട്ടിൽ ചരിത്രം പിടിക്കുമെന്ന് പറയുന്നു. 33 വർഷം തന്നെ സ്നേഹിച്ച ആരാധകർ, ആ ആരാധകർക്ക് വേണ്ടി എല്ലാം ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി നിന്ന ആരാധകർ, ആ ആരാധകർക്ക് വേണ്ടി താൻ സിനിമ ഉപേക്ഷിക്കുകയാണ്. ഇനി വരുന്ന 30-33 വർഷം ആരാധകരെ സേവിക്കാൻ വേണ്ടി താൻ ഉപയോഗിക്കുന്നു. അതാണ് തൻ്റെ തീരുമാനം എന്നുകൂടി പറയുന്നു. തൻ്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ഇതൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് എന്നത് ഒരു പേരിന് ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് ആരാധകരെ ആകെ ത്രസിപ്പിക്കുന്ന തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിനുള്ള ഒരു വേദിയായി കൂടി എടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന ചില അപകടങ്ങളുമൊക്കെ അല്ലെങ്കിൽ ആസൂത്രിതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ള ഭയം ഒക്കെ വിജയിക്കുണ്ട്. അല്ലെങ്കിൽ അത് വിജയിപ്പിക്കുന്നതിൽ ഉണ്ടാകാവുന്ന ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവിടെ ആരാധകരിടയ്ക്ക് മുദ്രാവാക്യങ്ങൾ, ടി.വി.കെക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിജയ് അത് പൂർണ്ണമായും തടയുകയായിരുന്നു. കാരണം മലേഷ്യ സർക്കാർ തന്നെ മറ്റൊരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് അത് ഉണ്ടാവരുത് എന്നത് വിജയോട് തന്നെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ കരൂർ ദുരന്തം അത് വിജയുടെ പാർട്ടിക്ക് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഒട്ടും ചെറുതല്ല കിരൺ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ചിട്ട് കൂടുതൽ സജീവമായി വിജയ് രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. ഒപ്പം MGRന്റെ ചരിത്രം ആവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭരണം പിടിക്കുക, അല്ലാതെ വോട്ടെണ്ണമോ സീറ്റെണ്ണമോ അല്ല, ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള വിജയുടെ മോഹത്തിന് തമിഴ്നാട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ?
രഞ്ജിത്തെ, നമുക്ക് ആ തരത്തിലേക്കൊന്നും പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ ഒരു കാലത്ത് അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം മാറിക്കഴിഞ്ഞാൽ അത് പിന്നീട് വന്ന ഒരുപാട് സിനിമയിലെ ഒരുപാട് നായകന്മാർ സിനിമയിലേക്ക് വന്നപ്പോൾ രജനീകാന്തിനെ പോലെ ആൾ പാർട്ടി പ്രഖ്യാപിച്ചു പിൻവാങ്ങേണ്ട അവസ്ഥ വരുന്നു. കമലഹാസനെ പോലെ ഒരാൾ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിജയകാന്തിനെ പോലെ ഒരാൾ പാർട്ടി പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അങ്ങനെ ഒരു നിർണായക ശക്തിയാവാനോ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആവാനോ അല്ലെങ്കിൽ ശരണത്തിൽ ഏറ്റവും വലിയ വിജയകാന്തിന് ആ തരത്തിലേക്കുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒരു MGRന്റെ ഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന പ്രധാനപ്പെട്ട നടന്മാരൊക്കെയും ഈ തരത്തിൽ ശിവാജി ഗണേശൻ അടക്കമുള്ളവർ ഏത് നടനെ നോക്കിയാലും അവരെല്ലാവരും പരാജയം. തമിഴ് നായകരൊക്കെ ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറയുമ്പോഴും അത് MGRന് ശേഷം അങ്ങനെ ഒരു വമ്പൻ വിജയമാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജയലളിതയെ പോലെ ഒരാൾ വരുന്ന സിനിമ പശ്ചാത്തലം കുറിച്ച് മാത്രമല്ല MGRനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്ന വൈകാരിക പശ്ചാത്തലം കൂടിയുള്ള മറ്റ് പല നടന്മാരും ഇങ്ങനെയൊക്കെ വന്നെങ്കിലും അവർക്ക് വൻ വിജയമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പുതിയ തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ വിജയ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴിൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായ അടുപ്പമൊക്കെ ഉള്ള നായകൻ വിജയ് തന്നെയാണ്. രജനീകാന്തിനേക്കാൾ കുറെ കൂടി ചെറുപ്പമാണ് എന്നുള്ള മെച്ചമുണ്ട്. ചെറുപ്പക്കാരായ ഒരുപാട് ആരാധകരുള്ള നടനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് മെച്ചം വിജയ്ക്കുണ്ട്. തമിഴ്നാട്ടിൽ എവിടെ പോയാലും ആരാധകരെ കൂട്ടാം. പക്ഷേ ഇതെല്ലാം വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റ് പല ഘടകങ്ങൾ ചേരണം. അത്തരം അനുയായികൾ കൂടെ ഉണ്ടാവണം. രണ്ടാം നിര ലീഡർഷിപ്പ് വേണം. പക്ഷേ ആ കാര്യത്തിലൊന്നും ഇപ്പോഴും വിജയ്ക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പിൻ്റെ രണ്ടാം നിര ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു കരുത്തരായ ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട വീഴ്ചയായി നിൽക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ തന്റെ വരവ് വ്യക്തമായി അറിയിക്കുന്നു. സിനിമ അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും കടക്കുന്നു.